ഹായ് കൂട്ടുകാരെ, ആനാജോയ് വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മത്തങ്ങ കൊണ്ട് തയ്യാറാക്കിയെടുത്ത വളരെ രുചികരമായ ഒരു കറിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. 10 മിനിറ്റ് മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ചെറിയ ഒരു പീസ് മത്തങ്ങ, അതിൻ്റെ തൊലിയും കുരുവുമൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ മൺചട്ടിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ചട്ടിയിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന മത്തങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 3-4 കുഞ്ഞുള്ളി ചതച്ചെടുത്തത് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം. കഷ്ണം മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് ഓണാക്കാം. കുക്കറിലാണ് വയ്ക്കുന്നതെങ്കിൽ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വച്ച് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചേർക്കാം. തേങ്ങ അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/4 സ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരല്ലി വെളുത്തുള്ളിയും 1 കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അരയാൻ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ വേകാൻ വച്ചിരുന്ന മത്തങ്ങ കഷ്ണങ്ങൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കഷ്ണങ്ങൾ നല്ലതുപോലെ വെന്ത് വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ സ്പൂണ് കൊണ്ട് ഉടച്ചു നോക്കുമ്പോൾ ഉടഞ്ഞുപോകുന്ന പാകത്തിനാണ് ഞാനിവിടെ വേവിച്ചെടുക്കുന്നത്. ചിലർക്ക് നല്ലതുപോലെ വെന്ത് കുഴഞ്ഞിരിക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടെ വേവിച്ചെടുത്തോളട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ മത്തങ്ങ കഷ്ണങ്ങൾ നല്ലതുപോലെ വെന്ത് പാകമായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാകാൻ സാധിക്കും. ഒരു സ്പൂണ് കൊണ്ട് കുറച്ച് കഷ്ണങ്ങൾ ഇതുപോലെ ഉടച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ജാറിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ബാക്കി അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചാറിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിവിടെ അധികം വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് തിക്കായിട്ടാണ് എടുക്കുന്നത്. ഞാനിവിടെ കുറച്ചും കൂടെ കഷ്ണങ്ങൾ നല്ലതുപോലെ ഉടച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ കറി നല്ല കുറുകിയ ചാറോടുകൂടെ കിട്ടും. അരപ്പിൻ്റെ പച്ചമണം മാറാൻ ലോ ഫ്ലെയിമിൽ 1-2 മിനിറ്റെങ്കിലും ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് വരേണ്ട ആവശ്യമില്ല. ചെറിയ ബബിൾസ് വരുമ്പോൾ തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിവിടെ ഉപ്പ് പാകത്തിനുണ്ടായിരുന്നു. കറി അടച്ച് വെച്ച് ചെറിയ ബബിൾസ് വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് കറി ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ചെറിയ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന് വേണ്ട കടുക് താളിച്ചെടുക്കാം. കടുക് താളിക്കാനായി ഒരു പാത്രം അടുപ്പത്തേക്ക് വയ്ക്കാം. ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നല്ലതുപോലെ പൊട്ടി വന്ന ശേഷം 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ കൂട്ടുകാരെ. ഇതുപോലത്തെ ഒരു കറി ഉണ്ടെങ്കിൽ ചോറിന് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.